വൈകുന്നേരത്തേക്കിനെ നമുക്കൊരു പരിപ്പൂടെ ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. 1 കപ്പ് പരിപ്പ്, കടലപ്പരിപ്പ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് എടുത്തിട്ട് ഓട്ടപാത്രത്തിൽ വെച്ച് ജലാംശം ഇല്ലാതെ എടുത്തതാണ് കേട്ടോ. ഇതിനകത്ത് കടലപ്പരിപ്പോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാദാ പരിപ്പില്ലേ, സാമ്പാർ പരിപ്പോ, ഇതില്ല എങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഗ്രീൻ പീസിന്റെ പരിപ്പില്ലേ, അത് വെച്ചിട്ടും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉള്ള പരിപ്പോടാ കേട്ടോ. അപ്പൊ എന്താ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് പരിപ്പ് കുതിർത്തി വെച്ചത്, ഒരു 10-12 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, കുറച്ച് കറിവേപ്പിലയും നല്ലപോലെ അരിഞ്ഞു വെച്ചു, ഒരു ഇച്ചിരി നമ്മുടെ മല്ലിച്ചെപ്പും അരിഞ്ഞു വെച്ച്, ഒരു പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വറ്റൽമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി. അത് നിങ്ങൾക്ക് ഓപ്ഷനാ കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണേ. കുതിർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിനകത്ത് ഒരു ഇച്ചിരി എടുത്ത് മാറ്റി വെക്കാവേ. ബാക്കി നമുക്ക് വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ടേ ഒന്ന് അരച്ചെടുക്കണേ. നെയ്യ് പോലെ ഒന്നും അരിഞ്ഞു പോരുത്, ചതച്ചെടുക്കണം. എന്നാലും നമുക്ക് പിടിക്കുമ്പം പരുവത്തിൽ കിട്ടുകയും വേണം കേട്ടോ. അപ്പൊ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കറക്കിയിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ കറക്കി അങ്ങനെ നമുക്ക് സൈഡിലെ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉണ്ടോ, ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു പിഞ്ച് മല്ലിയില. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇട്ടാൽ മതി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മല്ലിയില ഇങ്ങനെ നമ്മൾ പരിപ്പടയ്ക്കകത്ത് കടിക്കുമ്പോൾ നല്ല രസമാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇച്ചിരി പരിപ്പില്ലേ, അതിട്ടു. ഒരു നുള്ളു കായപ്പൊടി കേട്ടോ. ഇതും ഓപ്ഷനാ, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പക്ഷെ അതിട്ടാൽ പരിപ്പുവടയ്ക്ക് ഒരു നല്ല ഒരു ടേസ്റ്റ്. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം. ഈ ചെറിയുള്ളിയൊക്കെ ഇല്ലേ, നല്ല പോലെ കുഴച്ച് അതിൻ്റെ ഇതിലേക്ക് വരണം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം തന്നെയാണ് പരിപ്പുവടയും കട്ടൻ ചായ അല്ലേ. പഴംപൊരിയൊക്കെ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷെ ഇപ്പോൾ പഴംപൊരി കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ പഴംപൊരിയും ബീഫും ഒക്കെ കഴിക്കാൻ. എന്തായാലും നമ്മളിത് ഇതുവരെ വീട്ടിലുണ്ടാക്കുമെങ്കിലും ചാനലിൽ കൂടെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം ഇന്ന് വിചാരിച്ചു ഉണ്ടാക്കിയേക്കാണ്. ഒരു ചീനിച്ചിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടില്ലാതെ ഇരിക്കരുത്, പൊട്ടിപ്പോവും. ചൂട് കൂടിയാൽ പുറം മാത്രം വേഗത്തുള്ളൂ, ഉള്ളു വേഗത്തില്ല. അപ്പം ആ ഒരു മീഡിയം ലെവലിൽ ഉള്ള ചൂട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ, അതിലായിരിക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതിയേ. നടു വെച്ചിട്ട് വിരൽ വെച്ച് പ്രസ് ചെയ്യരുത് കേട്ടോ. നമ്മളെ കുഞ്ഞു പരിപ്പുവടയാണ് ഉണ്ടാക്കുന്നത് കണ്ടോ, കുഞ്ഞു വലിപ്പത്തിലുള്ള. ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കിയാലില്ലേ നല്ല പോലെ മുരിഞ്ഞ് കിട്ടും, ഉള്ളൊക്കെ വെന്ത് നല്ല രസമായിരിക്കും. പിന്നെ കുറച്ച് മാവല്ലേ ഉള്ളൂ, എല്ലാവർക്കും കൊടുക്കണ്ടേ. തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇടണം കേട്ടോ. നമ്മുടെ പരിപ്പുവടയൊക്കെ ഒന്ന് കോരി എടുത്തേക്കാം. ഇതാ നല്ല പോലെ മുരിഞ്ഞിട്ടുണ്ട്. ചെറുതാക്കി എടുത്താൽ ഇതുപോലെ നല്ല കറുമുറന്ന് ഉള്ളും എല്ലാം അതുപോലെ വെന്തോളുവേ. അത് തന്നെയല്ല എല്ലാവർക്കും തികയും ചെയ്യില്ല. അങ്ങനെ നമ്മുടെ പരിപ്പുവടയും ചായയും റെഡിയായി. നിങ്ങളെല്ലാവരും ഇല്ലേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചെറുതാക്കി ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ഉള്ളൊക്കെ നല്ല പോലെ മുരിഞ്ഞു കിട്ടും. ദാ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കൂട്ടത്തിൽ ഒരു കട്ടൻ ചായയും അല്ലേ, അടിപൊളിയല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.